ഒരു രസം ഉണ്ടാക്കിയാലോ? നോക്കാം. ആദ്യം നമുക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം. കുറച്ച് കുരുമുളക്, ജീരകം, 2 വറ്റൽമുളക്, വെളുത്തുള്ളി, ഇത്രയുമാണ് നമുക്ക് അരച്ചെടുക്കണം. അരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതച്ചെടുത്താൽ മതി, നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഈ വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും വറ്റൽമുളകും എല്ലാം ഒന്നിട്ട് കൊടുക്കാം. ഈ വറ്റൽമുളകും കുരുമുളകും ഒക്കെ നമ്മൾ ഈ കറിക്കകത്ത് ചേർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ കഴുകിയെടുത്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് വാങ്ങുക. ഇത് മൂത്ത് കഴിയുമ്പം ജീരകം നന്നായിട്ട് പൊട്ടുന്ന ഒച്ച വെക്കാം. അപ്പോഴേക്കും വാങ്ങി ഈ പരിപ്പും കൂടി, ഒരു ലേശം പരിപ്പ്, വളരെ കുറച്ച് മതി, അത് കഴുകിയെടുത്ത് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കണം. ഈ പാൻ അടുപ്പത്ത് വെക്കുക. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം ആദ്യം ലേശം ഉലുവ ഇടുക. ഉലുവ മൂത്ത് കഴിയുമ്പോഴത്തേനും കടുകിടുക. കടുകിട്ട് പൊട്ടി തിരാറാകുമ്പോഴത്തേനും ചുവന്നുള്ളി കുനുകുന അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉള്ളി ചുവന്ന് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരിപ്പ് ലേശം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പരിപ്പ് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ അരിച്ച് നമ്മൾ ഇതിനകത്ത് പുളി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ രസത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് അത് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മൂവാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞോരു കനകച്ചെപ്പ് തകതിത്തിന്നോ ദാനിന്നോ ദാനികദാനിന്നോ പഴം പുളിശ്ശേരിച്ചാറിൽ പിടിക്കുമ്പോൾ വഴു. ആവശ്യത്തിന് കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ രസം വെക്കുമ്പോൾ ഈ പരിപ്പരച്ച് ചേർക്കാറില്ല. ആദ്യത്തെ രസക്കൂട്ടില്ലേ, അത് മാത്രം ചേർത്താണ് വെക്കുന്നത്. ഞാനിവിടെ നിലമ്പൂർ താമസമായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് അവർ രസം വെക്കുമ്പം പരിപ്പ് കൂടി അരച്ച് ചേർത്തിട്ടാണ് വെക്കുന്നതെന്ന്. അപ്പം ശരി, അങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി വെച്ച് നോക്കിയപ്പോൾ ആദ്യം വെച്ചതിലും നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. ലേശം പരിപ്പ്, അധികം വേണ്ട കേട്ടോ, ലേശം മതി, അതൊന്ന് അരച്ച് വെച്ച് ഒരു രസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ.